നവീന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാ മോനെ? ഞാനോ നീയോ അല്ല. നവീന്റെയും ഗാഥയുടെയും ബന്ധത്തെക്കുറിച്ച് ആരുടെ നാവിൽ നിന്നും ഒരു കുറ്റപ്പെടുത്തുന്ന വാക്കു വന്നാലും അത് കൊള്ളുന്നത് എനിക്കും നിനക്കും. എന്റെ മോന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അമ്മേ. മദ്യപിച്ച് നിലതെറ്റി റോഡിൽ എവിടെയോ കിടക്കുന്ന അവസ്ഥയില് നമ്മുടെ നവീൻ. ഇതൊക്കെ ഓർത്തിട്ടാ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന്. പറഞ്ഞിട്ട് എത്ര സമയമായി? എന്നിട്ട് എന്തെങ്കിലും നീ ചെയ്തോ? അങ്ങനെ എളുപ്പം ഇല്ലാതാക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കൂടി ആലോചിക്കണ്ടേ. ഇന്ന് അവൻ മദ്യപിച്ചു, നാളെ അവന് ജീവൻ ഒടുക്കണമെന്ന് തോന്നിയാലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മള്? അമ്മേ, അവന്റെ മനസ്സില്ലാതാക്കുന്ന ഈ ബന്ധം തുടർന്നു പോയാല് അവനെ നമുക്ക് നഷ്ടപ്പെടുന്നെന്താ? എന്ത് തീരുമാനിക്കാനുണ്ടെങ്കിലും ഈ ഒരൊറ്റ രാത്രിയേ ഉള്ളൂ. നേരം വെളുക്കുമ്പോ ഇതിനൊരു മറുപടി ഉണ്ടായിരിക്കണം. ഇനി ഞാൻ വേറൊന്നും ആലോചിക്കുന്നില്ലമ്മേ. നാളെ നേരം വെളുക്കുമ്പോ ഞാൻ സിദ്ധാര എടുത്തു പോകും. കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. നമുക്കിനി ഇങ്ങനൊരു ബന്ധം തുടർന്നു പോകാൻ താല്പര്യമില്ല എന്നെ പറയാം. അവൻ വിഷമിക്കും. അവനെ നമ്മൾ ചതിച്ചതാണെന്ന് അവൻ നമ്മുടെ മുഖത്ത് നോക്കി പറയും. അതൊക്കെ നേരിടാനുള്ള ത്രാണി വേണം നമുക്ക്. ഒക്കെ നമുക്ക് സഹിക്കാം മോനെ. നമ്മുടെ മോന്റെ നന്മയല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അമ്മ നാളെ അമ്പലത്തിൽ പൂജയ്ക്കോ മറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം. സിത്താരയ്ക്കും ഗാഥയ്ക്കും മുമ്പിൽ സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിന് ബലം കിട്ടാനൊന്നുമല്ല. എല്ലാം കഴിയുമ്പോ അത് താങ്ങാനുള്ള ബലം അവന്റെ മനസ്സിന് കിട്ടാനാ. അതൊക്കെ ഞാൻ ചെയ്തോളാം. അവനെ സ്നേഹിക്കുന്ന നമ്മള് അവന്റെ ചുറ്റും ഇല്ലേടാ. അവൻ എന്ത് വീഴ്ച വന്നാലും നമ്മൾ അവനെ താങ്ങും. എങ്കിൽ പിന്നെ തീരുമാനം അത് തന്നെ. നാളെ നേരത്തെ പോവാം. സകല പൊട്ടിത്തെറികളും പ്രതീക്ഷിച്ചുകൊണ്ട് രാധയും നവീനും തമ്മിൽ ഇനിയൊരു ബന്ധം വേണ്ട. അവര് പരമാവധി ശ്രമിച്ചതാണ് മാഡം. പക്ഷേ അവള് മതി. അവളുടെ വീരകഥകളൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അനിയൻ കുഞ്ഞിന്റെ രക്ത അവള് പൊരുതും. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് മാഡം പറഞ്ഞാൽ മതി. നാളെ രാത്രി വീണ്ടും അയക്കണം. കാലനെ പോലും തോൽപ്പിക്കുന്ന ഗുണ്ടകളുണ്ട് ഈ നാട്ടില്. അതിലൊരെണ്ണത്തിനെ പോലും തനിക്ക് കണ്ടു കിട്ടുന്നില്ലല്ലോ മൂർത്തി. അന്ന് അവളും അമ്മയും ഈ നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ താൻ ഏൽപ്പിച്ചവരുടെ കൺവെട്ടത്തു നിന്നാണ് അവര് രക്ഷപ്പെട്ടത്. ഇന്നിപ്പോ മറ്റൊന്ന്. ഇത്രയൊക്കെ നേടാനുള്ളതൊക്കെ നേടിയിട്ട് അവളെ പേടിച്ച് ജീവിക്കണോ ഞാൻ? അകത്ത് കിടക്കണ അനിയൻ കുഞ്ഞ അപകടകാരിയാ. പുറത്ത് നിൽക്കുന്ന അവന്റെ മകളും അപകടം വിതയ്ക്കുന്നവളാ. ക്ഷമിച്ച് കാത്തിരുന്നോ അവള് നമ്മുടെ തലയ്ക്ക് മേലെ പറക്കും. ഏതെങ്കിലും വിധത്തിൽ അവളെ അവസാനിപ്പിച്ചേ പറ്റൂ. ഏറ്റവും ചുരുങ്ങിയത് ഈ നാട്ടിൽ നിന്ന് അവള് പോയേ പറ്റൂ. അതിനുള്ള മാർഗം ആലോചിക്കേ. പണം എത്ര ചെലവായാലും അതെനിക്കൊരു പ്രശ്നമല്ല. മനസ്സിലായോ മൂർത്തിക്ക്? മനസ്സിലായി മാഡം. ഞാനൊന്ന് ശ്രമിക്കട്ടെ. എവിടെയാണെങ്കിലും നവീൻ സുഖായിരിക്കണേ. ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ. പ്രസാദം. നാള് വെച്ച് പൂജ നടത്തിയപ്പോ അല്പ പ്രതിസന്ധിയൊക്കെ കാണുന്നുണ്ടല്ലോ. മനഃശാന്തി കുറവ്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ വല്ലാതെ മനസ്സിനെ അലട്ടുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടക്കാതിരിക്കുക, അതേ ഉള്ളൂ മാർഗം. എപ്പോഴും പ്രാർത്ഥനയുണ്ട്, മുറ പോലെ വഴിപാടുകളും ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവും. പ്രതിബന്ധങ്ങളിലൂടെയാണ് യാത്രയെങ്കിലും അവസാനം എല്ലാം മംഗളമാവും. താലി കെട്ടിയ പെൺകുട്ടിയുമായി ആയുസോടെയും ആരോഗ്യത്തോടെയും ഒരുപാട് വർഷം മുന്നോട്ട് പോകുമെന്നാ കാണുന്നത്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
മോളെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. നന്ദഗോപനും മുത്തശ്ശിയും ഈ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാനത് നിന്നെ അറിയിക്കാതിരുന്നത് നീ വിഷമിക്കുമെന്ന് കരുതിട്ടാ. ഈ സത്യം നവീൻ അറിയാമോ? അതെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറയേ. ഓ നോ, അറിയില്ല. നവീൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒന്നും. മമ്മി എത്ര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നേ. എന്റെ ജീവിതം നഷ്ടപ്പെടുന്നതില് ഇപ്പൊ മമ്മിക്ക് സങ്കടമൊന്നുമില്ലേ? ഹ്, അതെങ്ങനെയാ മമ്മി എന്നെ ഒഴിവാക്കി അവളെ നവീന്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാൻ തോന്നുന്നത്? അവളും അവളുടെ അമ്മയും പറഞ്ഞത് സത്യമായിരിക്കും അല്ലേ? മമ്മി തന്നെ പ്രസവിച്ചതായിരിക്കും അവളെ. ഒറ്റ നിമിഷം കൊണ്ട് എന്നെ രണ്ടാം തരക്കാരിയാക്കി മാറ്റി കളഞ്ഞില്ലേ? മോളെ, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്ന മുഴുവൻ നിന്റെ ജീവിതത്തിന് വേണ്ടിട്ടാ. ഒരു നിമിഷം പോലും മമ്മി അതിൽ നിന്ന് മാറി നടന്നിട്ടില്ല. നീ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക. നവീനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ, അയാളുടെ കൂടെ ജീവിക്കണം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവിടെ ഉള്ളവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവരുടെ തീരുമാനം മാറ്റാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അതിനു മുമ്പ് ആദ്യം മാറ്റണം നിന്റെ ഈ സ്വഭാവം. ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താതെ നിനക്ക് നവീന്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല. പറ്റില്ലല്ലേ? നവീനോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലേ? എന്നാ മമ്മി കേട്ടോ, എന്റെ നവീൻ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഗാദിയാ പറയുന്ന. മമ്മിയുടെ മുന്നിൽ വെച്ച് ഞാൻ ജീവൻ ഒടുക്കിയിരിക്കും. കേട്ടല്ലോ? തോറ്റു കൊടുക്കാനേ ഞാൻ ശീലിച്ചിട്ടില്ല. ഒരിക്കലും ആരുടെ മുന്നിലും ഗാദ തോൽക്കില്ല. മമ്മിയുടെ മുന്നിൽ പോലും.